നമസ്കാരം. നമസ്കാരം. ചേച്ചി അഭിനയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ സ്നേഹിച്ചത് സംഗീതത്തെ എന്നറിയാം. വളരെ ചെറുപ്പത്തിൽ തന്നെ 5ാമത്തെ വയസ്സിൽ സംഗീതം പഠിച്ചു. വളരെ കാലം സംഗീതത്തിൽ പഠിച്ചു. MS സുബ്ബലക്ഷ്മി എന്ന് പറഞ്ഞ സംഗീത പ്രതിഭ താങ്കളെ അവരെ പോലെ ആകണമെന്നൊക്കെ സ്വപ്നം കണ്ടു. വളരെ ആകർഷിച്ച ഒരു വ്യക്തിയായിരുന്നു. അതെ അതെ. എങ്ങനെയായിരുന്നു സംഗീതത്തിലേക്കുള്ള ഒരു കാൽവെപ്പ്? സംഗീതത്തിലേക്കുള്ള കാൽവെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 9 വയസ്സ് വരയ്ക്കും പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് വളർന്നത്. അപ്പോൾ അതൊരു 6-6.5 ഏക്കർ സ്ഥലത്തിൻ്റെ നടുക്കൊരു വലിയ വീട്, അങ്ങനെ പക്കാ ഗ്രാമം. അപ്പം അച്ഛൻ അവിടെ ഒരു ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് പൊൻകുന്നത്തായിരുന്നു. അപ്പം ഞായറാഴ്ച ദിവസം ഞാനായിരുന്നു, എനിക്ക് താഴെ 2 പെൺകുട്ടികളാണ്, എന്നെയും കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട് ടൗണിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കൊണ്ടുപോകുന്ന വഴിക്ക് എന്തോ ഒരു ശബ്ദം, അതിൻ്റെ കൂടെ ഒരു പെൺകുട്ടി പാടുന്നത് അത്. അപ്പോൾ ആ ശബ്ദം കേട്ടപ്പം അന്നൊന്നും അറിഞ്ഞുകൂടാതെ ഹാർമോണിയം ആണെന്നോ അറിയില്ല. ആ സാധനം കാണണമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വാശി പിടിച്ചു. അങ്ങനെ അച്ഛൻ കൊണ്ടുപോയി. അപ്പോൾ ഇപ്പോൾ കുട്ടി പാടുന്നതൊക്കെ കണ്ടപ്പോൾ ആ സാധനം വേണമെന്നായി, ആ പെട്ടി വേണമെന്നായി. അപ്പോൾ അച്ഛൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സാധനം വാങ്ങിച്ചു തന്നു. അപ്പോൾ എനിക്ക് പാട്ട് പഠിക്കണമെന്നായി. അങ്ങനെ അവിടെയുള്ള ഒരു ഗുരുനാഥൻ്റെ കൂടെ പാട്ടിനിരുത്തി അന്ന് മുതൽ 5ാമത്തെ വയസ്സ് മുതൽ സംഗീതം പഠിക്കാൻ തുടങ്ങി. 11ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം നടന്നു. അപ്പോൾ മനസ്സിൽ വലിയ പാട്ടുകാരിയാകുക എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നെ അറിയാം തോപ്പിൽ ബാസി, അതുപോലെ തന്നെ ദേവരാജ മാസ്റ്റർ ഒക്കെ വന്ന് എന്നെ പാടാൻ വേണ്ടിയാണ് വിളിച്ചത്. പക്ഷേ പിന്നീട് നമ്മൾ വേഷം കിട്ടേണ്ടി വന്നു അവരുടെയൊക്കെ നിർബന്ധപ്രകാരം. എന്തായാലും അത് മോശമായില്ല. അദ്ദേഹം ആണ് എനിക്ക് ഗുരു അഭിനയ രംഗത്ത്, തോപ്പിൽ ബാസി. അതൊരു മോശമായി എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നീട് ആ നാടകത്തിൽ തന്നെ അന്നത്തെ ഒരു രീതി, പറഞ്ഞു കേട്ടൊരു രീതി എന്ന് പറയുമ്പോൾ വളരെ ലൈവായിട്ട് തന്നെ നാടകത്തിന്റെ പിന്നണിയിൽ ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു രീതിയായിരുന്നു. അതെ 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 അതെ. അല്ലല്ലോ, ആലപിച്ചൊരു ഒരു പാട്ട് സർവകാല, അതായത് വലിയൊരു ഹിറ്റ് ആകുകയും ചെയ്യുന്നുണ്ട്. പൊന്നമ്മ ചേച്ചി പാടിയൊരു പൂക്കാര എന്നുള്ളൊരു ഡോക്ടർ നാടകത്തിലെയാണത്. അത് ദേവരാജ മാഷ് തന്നെ. അതൊക്കെ എന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ട് പാടാൻ. പക്ഷെ എന്തോ അന്നൊന്നും സൗകര്യം കിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് നമുക്കറിയാം, സ്ത്രീകളെ സംബന്ധിച്ച് സിനിമയിലേക്കോ നാടകത്തിലേക്കോ അഭിനയ രംഗത്തേക്കോ വരുന്നതിന് വളരെ വിലക്കുകളും ഒക്കെ ഉള്ളൊരു കാലമായിരുന്നു. പക്ഷെ വിലക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു കലയോടൊക്കെ. അച്ഛൻ, ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും തന്നെ വളരെ സംഗീത ജ്ഞാനമുള്ളവരാണ്. ആരും അതങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ പാടി കേട്ടാണ് എനിക്ക് ആ പാട്ടിനോടുള്ള ഒരു താല്പര്യം ഉണ്ടായത്. നിങ്ങൾക്കൊന്നും അറിയില്ല, പഴയ ഒരു തമിഴിലെ ഒരു ത്യാഗരാജ ഭാഗവതർ എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ അച്ഛന് അതുപോലെ തന്നെ പാടുമായിരുന്നു. പിന്നെ രാഗങ്ങൾ കേട്ടാൽ ഏത് രാഗമാണെന്ന് ഒക്കെ പറയും. അങ്ങനെ വലിയൊരു മോഹമായിരുന്നു. ആദ്യം പാടാൻ വിളിച്ചപ്പോൾ നാടകത്തിന് എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇതായി, പഠിപ്പൊക്കെ നാശമായി പോകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അമ്മ ഭയങ്കരമായിട്ട് എതിർത്തു. പക്ഷെ അച്ഛൻ്റെ ഈ ഒരു ആവേശം കാരണം അങ്ങനെ പോയി എന്നുള്ളതാണ്. നാടകത്തിൽ വേഷങ്ങൾ ചെയ്ത് തുടങ്ങിയത് എങ്ങനെയാണ്? നാടകത്തിൽ വേഷം ചെയ്തില്ലേ? നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. സത്യത്തിൽ അന്ന് ഹീറോയിനെ കിട്ടാഞ്ഞിട്ട് അവര് എന്നെ പിടിച്ച്, ശരിക്കും എനിക്ക് എൻ്റെ 14ാമത്തെ വയസ്സാത്. അന്ന് ഇച്ചിരി തടിയൊക്കെ ഉണ്ടേ, അപ്പോ പിടിച്ച് വേഷം കെട്ടിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ വേഷം കെട്ടൽ തുടങ്ങിയ സംഗീതത്തെ തീർത്തും അങ്ങ് മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു. ശാസ്ത്രീയ സംഗീതം അങ്ങോട്ട്, പിന്നെ ദിവസവും നാടക ദിവസവും 1-2 നാടകങ്ങൾ, മൂലധനമൊക്കെ അങ്ങനെ ചെയ്ത ഒരു വളരെ ഹിറ്റായിട്ടുള്ള ഒരു ഇതായിരുന്നു. ഇന്നത്തെ പോലെയൊന്നും അല്ല കേട്ടോ. അന്നും 3 മാസം റീഹേഴ്സലൊക്കെ ചെയ്ത് വളരെ തറവാക്കിയിട്ടേ സ്റ്റേജിൽ കയറുള്ളൂ. പിന്നെ ലൈവായിട്ട് പാടണം, പാടി അഭിനയിക്കുന്നവരേ ഉള്ളൂ അന്ന്. KPSC സുലോചനയൊക്കെ അങ്ങ് ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഞാനും വന്നത്. അത് വേറൊരു ശൈലി, എൻ്റെ വേറൊരു ശൈലി, അങ്ങനെയായിരുന്നു. അതിൽ നിന്ന് മാറി സിനിമയിലേക്ക് വന്നപ്പോൾ ശ്രീരാമ പട്ടാഭിഷേകത്തില് ഫസ്റ്റ് അതൊരു മോഹം കാണിക്കൽ. ശരിക്കും പറഞ്ഞാൽ ശരിക്കും മൂവി ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ട് നിന്നത് മെരിലാൻഡിന്റെ. തുറന്നു തന്നത് തങ്കപ്പൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ നാടകത്തിന്റെ ഡാൻസ് മാസ്റ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ആ സിനിമയും ചെയ്തിരുന്നു.
അപ്പം അങ്ങനെ സുബ്രഹ്മണ്യ മലയാളി ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ കാണാൻ കൊള്ളാവുന്ന പിള്ളേരും വല്ലതും ഉണ്ടോ മണ്ടോദരിയുടെ വേഷം കെട്ടാൻ. അപ്പോൾ അങ്ങനെ ചോദിച്ചു, താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മലയാളിയോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വഴി തുറന്നു തന്നത്. അന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അച്ഛൻ്റെ ഒരു താല്പര്യത്തിൻ്റെ പേരിലായിരുന്നു. എനിക്ക് കുടുംബിനി റിലീസായി, കുടുംബിനിയിലെ എല്ലാവരും നല്ലത് പറഞ്ഞ് നല്ല അഭിപ്രായം പറയുകയും പത്രക്കാരൊക്കെ നന്നായിട്ട് എഴുതുകയൊക്കെ ചെയ്തപ്പോഴാണ് ഒരു ചായ്വ് സിനിമയിലേക്ക് വന്നത്. അതുവരെ എനിക്ക് നാടകമാണെങ്കിൽ സംഗീതം കൊണ്ടുപോകാമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ നാടകത്തിന് വന്നപ്പോൾ മുതലേ സംഗീതമൊക്കെ പോയി ദിവസം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ സംഗീതം നിൽക്കില്ലല്ലോ. പക്ഷേ നാടകത്തിൽ നിന്ന് കിട്ടിയൊരു അനുഭവമായിരിക്കാം കുടുംബിനിയിലെ ആ വേഷം അത്രയും ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞത്. ബാലപാഠം, അഭിനയത്തിൻ്റെ ബാലപാഠം പഠിച്ചത് നാടകത്തിൽ നിന്ന് തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ഞാൻ അന്ന് വരെ നാടകം കണ്ടിട്ടില്ല, സിനിമ കണ്ട ഓർമ്മയില്ല. കുഞ്ഞിലെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സിനിമ കാണുമ്പോഴൊക്കെ തിയേറ്ററിൽ കസേരയുടെ മേളിലൊക്കെ നിന്ന് ഡാൻസ് ചെയ്യുമായിരുന്നു എന്നൊക്കെ അച്ഛനും അമ്മയും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ കലയോട് താല്പര്യം ഉണ്ടായിരുന്നു, കല എൻ്റെ ശരീരത്തുണ്ടായിരുന്നു, അഭിനയവും കാര്യങ്ങളും ഒക്കെ. അത് വെളിച്ചത്ത് കൊണ്ടുവന്നത് സിനിമയിലൂടെ, നാടകത്തിലൂടെ. ബേസിക്കായിട്ട് സംഗീതം കഴിഞ്ഞു, പിന്നെ അഭിനയത്തിലേക്ക് വന്നു, പിന്നെ സിനിമയിലേക്ക് വന്നു. കുടുംബിനി എന്ന സിനിമയെ പറ്റി ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്. വളരെ ഫേമസ് ആക്കി, അതായത് ഇങ്ങനെ ഒരു താരം സിനിമയിലേക്ക് വന്നു എന്നുള്ള. പക്ഷെ 21ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് അമ്മ വേഷം ആദ്യമായിട്ട്. അത് 2 കുട്ടികളുടെ അമ്മയാ. 21ാം വയസ്സാണ് എനിക്ക് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു, 20 21. അങ്ങനെ 21ാമത്തെ വയസ്സ് കറക്റ്റ്. ആ ഒരു വേഷം ശരിക്ക് മറ്റൊരു മേഖലയിലേക്ക്, അതൊരു അമ്മ വേഷത്തിലേക്ക് ശരിക്കും മാറ്റാൻ, അല്ലെങ്കിൽ അതുകൊണ്ടല്ല. ഞാൻ ശരിക്കും പറഞ്ഞ എനിക്ക് കുട്ടിക്കാലം മുതലേ ഒരുപാട് പക്വതയുള്ള ഒരു സ്വഭാവമായിരുന്നു. അതെങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അതാരെങ്കിലും അങ്ങനെ കുടുംബത്തുണ്ടോയെന്നും എനിക്കറിഞ്ഞൂടാ. ഒരുപാട് ആവശ്യത്തിലേറെ പക്വത ഉണ്ടായിരുന്നു. വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് വലിയ കാര്യങ്ങൾ ചിന്തിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ബഹളത്തിൽ പോകാൻ ഇഷ്ടമില്ല, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടം, ഒരുപാട് ആലോചിക്കാൻ ഇഷ്ടം, അങ്ങനെയുള്ളൊരു വളരെ എന്താ പറയുന്നത് കുടുംബനാഥ അല്ലെങ്കിൽ ആ ഒരു രീതിയായിരുന്നു എനിക്ക് കൊച്ചിലെ നയിക്കാനുള്ള ഒരിതും അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ലാണ്ട് ഞാനൊരു ബഹളക്കാരിയായ കുട്ടിയായിരുന്നില്ല ഒരിക്കലും. ആകെ കവിയൂർ 2 വർഷമാണത്, അരങ്ങേറ്റം കഴിഞ്ഞിട്ടുള്ള 2 വർഷം കവിയൂർ താമസിച്ചിട്ടുള്ളൂ. ഞാൻ ജനിച്ചത് കവിയൂരാണ്, എൻ്റെ അച്ഛൻ്റെ കുടുംബം അവിടെയാണ്. അപ്പം പലരും പറഞ്ഞിട്ടുണ്ട് ആ കൊച്ചിൻ്റെ മുഖം ഒന്ന് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അമ്പലം നടയിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഞാൻ കുനിഞ്ഞേ പോവുള്ളൂ, ദൂർന്ന് നോക്കില്ല, ആരെയും നോക്കില്ല. അപ്പോൾ കുനിഞ്ഞിങ്ങനെ പോയാൽ സ്കൂളിൽ ചെന്നിട്ടേ തല വെക്കുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ആൾക്കൂട്ടത്തിലൊക്കെ പോയാൽ എനിക്കെന്തോ ഒരു അസ്വസ്ഥത, അങ്ങനെ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. പക്വത കൊച്ചിലേ ഉണ്ട് മനസ്സിൽ.